മലയാളികളുടെ ഇഷ്ടപ്പെട്ട ആഹാരമാണ് മീൻ. മീൻ വിഭവങ്ങളില്ലാതെ ഊണ് കഴിക്കുന്നത് മലയാളികൾക്ക് അത്ര സുഖകരമല്ല. സ്വാദും ഒപ്പം ആരോഗ്യത്തിന് ഗുണകരമായ ഭക്ഷണം എന്ന നിലയിലും മത്സ്യം അത്രമേൽ പ്രിയപ്പെട്ടതാണ്. ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങളും ധാതുക്കളും ഇഷ്ടംപോലെ അടങ്ങിയിട്ടുണ്ട് മത്സ്യങ്ങളിൽ. സിങ്ക്, കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയവയൊക്കെ മത്സ്യങ്ങളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മളിപ്പോൾ കഴിക്കുന്ന മത്സ്യം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവന് പോലും ആപത്ത് സംഭവിക്കാൻ സാധ്യതയുള്ളതുമാണെന്നാണ് കണ്ടെത്തൽ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നതോടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മീനിൻ്റെ വരവ് വർദ്ധിച്ചിട്ടുണ്ട്. ആഭ്യന്തര വിപണിയിൽ മീൻ ലഭ്യത കുറഞ്ഞ സാഹചര്യം മുതലെടുക്കുകയാണ് അന്യ സംസ്ഥാനങ്ങളിലെ കച്ചവടക്കാർ. തമിഴ്നാട്, കർണാടക, ഗോവ, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യത്തിൻ്റെ വരവാണ് ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കൊണ്ടുവരുന്ന മീനുകൾ അത് വാങ്ങുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കണമെന്നാണ് ആരോഗ്യ മേഖലയിലെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അയൽ സംസ്ഥാനങ്ങളിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന മീനുകൾ പലപ്പോഴും കൃത്യമായി ശീതീകരിക്കാത്തവയും വ്യാപകമായി രാസവസ്തുക്കൾ തളിക്കുന്നവയുമാണ്. ഈ മത്സ്യം കഴിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വയറിളക്കം, ഛർദി തുടങ്ങിയവ മാത്രമല്ല, അമിത രാസവസ്തു തളിച്ച് മത്സ്യം കഴിക്കുന്നത് ജീവന് പോലും ആപത്ത് വരുത്താം. ലോറികളിൽ കൊണ്ടുവരുന്നതിന് പുറമെ ഇപ്പോൾ ട്രെയിനിൽ പോലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് മത്സ്യം കൊണ്ടുവരുന്നുണ്ട്. പണ്ടൊന്നും ട്രെയിനിലൊന്നും മത്സ്യം കൊണ്ടുവരത്തില്ലായിരുന്നു. കാരണം ദിവസങ്ങളോളം എടുക്കും ട്രെയിൻ ഇവിടെ എത്താൻ. അപ്പോൾ അതുകൊണ്ട് ട്രെയിനുകളിലൊന്നും കൊണ്ടുവരില്ലായിരുന്നു. ഇപ്പോൾ അതും തുടങ്ങി. ആഭ്യന്തര വിപണിയിൽ മീനിൻ്റെ ലഭ്യത കുറഞ്ഞതോടെ ലോറിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്നവയിൽ ദിവസങ്ങളോളം കേടുവരാതിരിക്കാൻ വലിയ അളവിൽ മരുന്ന് ഉപയോഗിക്കുന്നു. സംസ്ഥാന അതിർത്തിയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും രാസമരുന്നിൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാറില്ല. അതിർത്തിയിലെ പരിശോധനാ സംവിധാനങ്ങളുടെ അപര്യാപ്തതയാണ് ഇതിന് കാരണം. ദിവസങ്ങളോളം കേടുവരാതിരിക്കാനായി ഉപയോഗിക്കുന്ന രാസമരുന്നുകൾ ലബോറട്ടറിയിലെ സൂക്ഷ്മ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെ രാസവസ്തുക്കളുടെ അളവും പഴക്കവും അതിർത്തിയിലെ പരിശോധനയിൽ അവിടെ മാത്രം നിർണ്ണയിക്കാൻ പറ്റില്ല. പഴക്കമുള്ള മീനാണെങ്കിൽ തൊടുമ്പോൾ തന്നെ കുഴിഞ്ഞു പോകും. പച്ച മത്സ്യമാണെങ്കിൽ കുഴിഞ്ഞുപോയ ഭാഗം വീണ്ടും പൂർവ്വസ്ഥിതിയിലാകും. മീനിൻ്റെ ചെകിള നോക്കിയും പഴക്കം തിരിച്ചറിയാൻ കഴിയും. ചുവപ്പ് നിറമാണെങ്കിൽ പച്ച മീനാണെന്ന് മനസ്സിലാക്കാം. കറുപ്പോ കാപ്പിപ്പൊടിയോ ആണ് നിറമെങ്കിൽ വളരെ പഴക്കമുള്ളതാണെന്ന് തിരിച്ചറിയാൻ കഴിയും. ഏതായാലും സൂക്ഷിക്കണം, സൂക്ഷിച്ചേ മതിയാവും.